ബിഗിനേഴ്സ് നോട്ട് ചെയ്യേണ്ട ഒരു 5 പോയിൻ്റാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. ഫസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറയുകയാണെങ്കിൽ, നമ്മളൊരു കമ്പനിയെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ കമ്പനിയുടെ ഫുൾ സ്റ്റഡി നടത്തണം. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് അവിടുത്തെ പുതിയ ഇന്നോവേഷൻ, ഇതൊക്കെയാണ് നടത്തുന്നത്. പിന്നെ ഈ ആരും പറഞ്ഞു തന്നിട്ട് ഈ സ്റ്റോക്ക് കൊള്ളാം അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഒരു റെക്കമെൻഡേഷനിൽ വന്ന് വാങ്ങിച്ച് കളയരുത്. അത് വൻ മണ്ടത്തരത്തിലോട്ട് പോകും. എന്ന് വെച്ചാൽ നിങ്ങളുടെ പൈസയ്ക്ക് നിങ്ങൾക്ക് മാത്രമേ വില കാണുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ കമ്പനിയിലെ അനാലിസിസ് ചെയ്യാൻ നോക്കുക മാക്സിമം. നിങ്ങളുടെ പൈസയ്ക്ക് നിങ്ങൾ മാത്രമേ അതിന് നല്ല വില നൽകി നോക്കുള്ളൂ. മറ്റുള്ളവരുടെ പൈസയ്ക്ക് നമ്മൾ വലുതായിട്ട് അവൻ്റെ പൈസ അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു മൈൻഡിലേ ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഭിപ്രായങ്ങൾ ഇതൊക്കെ ചോദിക്കാം. പക്ഷേ നമ്മുടെ ഒരു ഫൈനൽ ഡിസിഷൻ നമ്മുടെ ആയിരിക്കണം. നമ്മൾ ആ കമ്പനിയെ പറ്റി ഒക്കെ നോക്കിയിട്ട് മാത്രമേ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഡൗട്ടൊന്നും ചോദിക്കുന്നതിനെ പറ്റി ഒന്നും ചോദിക്കുന്നതിന് കുഴപ്പമില്ല. പണ്ട് ഈ ഗൂഗിൾ മാപ്പൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മൾ വഴി അറിഞ്ഞുകൂടാത്ത സ്ഥലമാണെങ്കിൽ 4-5 പേരുടെ അടുത്ത് ചോദിക്കില്ലേ. അപ്പോൾ അതേപോലെ 4-5 പേരുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ അതിൽ ഒരുത്തൻ തെറ്റ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വഴി കൂടെ പോകാൻ ഒരുത്തൻ്റെ അടുത്ത് മാത്രമാണ് ചോദിച്ചിട്ട് നമ്മൾ അതൊരു വഴി കൂടെ പോവുകയാണെങ്കിൽ നമ്മളൊരു ഡെഡ് എൻഡിലോട്ടായിരിക്കും പറയുന്നത്. എന്നാൽ ഒരു 4-5 പേരുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവർ ഏതെങ്കിലും കോമൺ ആയിട്ട് ഒരു സ്ഥലം ഇത് പറയും. അപ്പോൾ അത് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഞാൻ എന്തായാലും ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ ഈ ഷെയർ മാർക്കറ്റിൽ ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നത് നല്ലതല്ല. നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിലോ വല്ലതും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോകണമായിരിക്കും. എന്നുവെച്ചാൽ ഒരു കമ്പനിയെ പറ്റി നമ്മൾ മാക്സിമം സ്റ്റഡി ചെയ്തിട്ട് വേണം ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. മ്യൂച്വൽ ഫണ്ടിൽ പിന്നെ ഫണ്ട് മാനേജറൊക്കെ നല്ല എക്സ്പേർട്ട് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പൈസ പോണത് കുറവായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് അതാണ് നല്ലത്. പിന്നെ നിങ്ങളുടെ ബിഗിനേഴ്സിൻ്റെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പെനി സ്റ്റോക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്നുവെച്ചാൽ നിങ്ങളൊരു ബിഗിനറാണ്. അതുകൊണ്ട് നിങ്ങൾ പെനി സ്റ്റോക്കിൽ പൈസ കൊണ്ട് കളയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നുമില്ല പെനി സ്റ്റോക്സിൻ്റെ വലിയ ഫണ്ടമെൻ്റലോ ഒന്നും കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പെനി സ്റ്റോക്കിൽ നിന്നൊന്ന് മാറി നിൽക്കുക. അത് വാങ്ങിക്കാതിരിക്കുക. ചില ഇൻവെസ്റ്റേഴ്സ് വിചാരിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വെച്ചാൽ പ്രൈസ് കുറഞ്ഞത് അതൊരു പുതിയൊരു കമ്പനിയാണ്, അതുകൊണ്ടാണ് അത് വില കുറഞ്ഞിരിക്കുന്നതെന്ന്. അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള പെനി സ്റ്റോക്കിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പിലത്തെ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ മാക്സിമം അത് പോയി കാണുക. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അതല്ല എന്ന് വെച്ചാൽ ഈ ചെറിയ വിലയാവുന്നത് ചില കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്, എന്നാൽ വലിയ വിലയാവുന്നതും ചില കാരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് പുതിയ കമ്പനി അല്ല ഒരു ചെറിയ എമൗണ്ടിൽ കിടക്കുന്ന ഷെയർ, അത് മാക്സിമം നോക്കുക. ഒരുപാട് സ്റ്റോക്കുകളുണ്ട് എന്ന് വെച്ചാൽ 10 വർഷങ്ങൾക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ അവരുടെ ഒരു ബാഡ് റിസൾട്ട് ഇതൊക്കെ കാരണം കൊണ്ട് താഴെ കിടക്കുന്ന സ്റ്റോക്കുകളാണ്. എന്ന് വെച്ചാൽ വില കുറവായിരിക്കും. ഒരുപാട് കമ്പനീസ് ഇഷ്ടം പോലെ ഉണ്ട് ഇതേപോലെ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നോക്കിയിട്ടല്ല, ഒരു കമ്പനിയെ പറ്റി ഫുൾ സ്റ്റഡി ചെയ്യുക. ബാലൻസ് ഷീറ്റ് അതുപോലത്തെ ഞാൻ അതിനുവേണ്ടി ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ ചെറുതായിട്ട് ബേസിക്കായിട്ട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിച്ചാൽ മതി എന്തുകൊണ്ടാണ് പെനി സ്റ്റോക്ക് ഇത്രയും വില കുറവ്. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ആ കമ്പനിയെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് സൈറ്റിൽ അവരുടെ വെബ്സൈറ്റിൽ ഒന്നും കിട്ടുന്നില്ലായിരിക്കും. അതായിരിക്കും നമുക്കൊരു കമ്പനി നമുക്ക് എപ്പോഴും ഒരു കമ്പനി ചെന്നിട്ട് ഫുൾ അവിടുത്തെ കാര്യങ്ങളൊന്നും തപ്പിയെടുക്കാൻ പറ്റില്ല. അത് പോസിബിൾ അല്ല. അപ്പം അതുകൊണ്ടാണ് അവിടെ വില കുറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത ഒരു മെയിൻ പോയിൻ്റാണ് പേഷ്യൻസ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പുലിയൊക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ ഇര വരുമ്പോൾ മാത്രമേ ഇരയെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ മാത്രമേ അത് അതിനെ ഓട്ടിച്ചിട്ട് പിടിക്കാറുള്ളൂ. അതിൽ ഒരു ശക്തിമാനെ ഒരിക്കലും തന്ന് തള്ളിയിടാൻ നോക്കിയാൽ നടക്കൂല. അപ്പോൾ കറക്റ്റ് സമയത്ത് നമ്മുടെ ഇതിലെന്താണ് ഒരു കമ്പനീൻ്റെ ഷെയർ എത്രയും ലോ ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റുമോ ആ പ്രൈസിന് വാങ്ങിക്കണം. എന്നാൽ ആ ഷെയർ പൊങ്ങിപ്പോണായിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിത് സമയം നമ്മൾ കൊടുക്കുക. നമ്മൾ സമയം കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാരൻ ബഫറ്റ് പറഞ്ഞൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഇതിൽ
വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. എന്ന് വെച്ചിട്ടൊരു പൊട്ട കമ്പനിയിലൊന്നും കൊണ്ട് പൈസ ഇട്ടിട്ട് അത് വളർന്നു വരുമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അത് നടക്കാത്ത കാര്യമാണ്. പിന്നെ അടുത്ത ഒരു പോയിൻ്റാണ്, ഒരു ബിഗിനറിന് ഏറ്റവും കൂടുതൽ ഒരുപാട് പൈസ ഒന്നും, ഒരു 50 ലക്ഷം പൈസ 10 ലക്ഷം പൈസ ഒന്നും ആദ്യം ഒന്നും കൊണ്ടൊന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ട് അറിഞ്ഞൂടാത്ത രീതിയിൽ, എന്ന് വെച്ചാൽ നിങ്ങളൊരു ബിഗിനറാണ്, എല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പൈസയൊന്നും കൊണ്ടുവരരുത്. മാക്സിമം നിങ്ങളൊരു 25,000 രൂപ ഇട്ട് ആദ്യം ഫസ്റ്റ് കളിക്കുക. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ ഫസ്റ്റ് 25,000 രൂപയൊക്കെയാണ് ഇട്ട് എന്താണെന്ന് പഠിച്ചത്. എന്നുവെച്ചാൽ അതിൻ്റെ ഫസ്റ്റത്തെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിഞ്ഞൂടാ. നമുക്ക് അഥവാ നമുക്ക് എന്തൊക്കെയാണ് പോകണമെങ്കിലും നമ്മൾ കുറച്ച് പൈസ പോകുള്ളൂ. അതുകൊണ്ട് മാക്സിമം ലോ ബഡ്ജറ്റ് ഇട്ട് കളിക്കുക, എന്നിട്ട് പതുക്കെ കൂട്ടാം. ഓക്കെ, പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പൈസ ഇട്ടുന്നതിന് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമുക്കറിയാം എന്ത് കാര്യമായാലും. പിന്നെ അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ടിപ്സ് എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ റെക്കമെൻഡേഷൻ, അത് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സ്റ്റോക്ക് വളർന്നു കഴിഞ്ഞാൽ കിടിലമായിരിക്കും, ഈ സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ കിടിലമായിരിക്കും എന്ന് വെച്ചാൽ അവരൊക്കെ ഇത് വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരിക്കും. നമ്മളെടുത്ത് പറയുമ്പോൾ നമ്മളിത് വാങ്ങിക്കുക, ഇത് ടോപ്പിലോട്ട് കുതിച്ച് മുകളിലോട്ട് പോകും. മുകളിലെത്തിയിട്ട് അവർ വിറ്റിറങ്ങും, നമ്മൾ മണ്ടേ തന്നെ നിൽക്കും, ലാസ്റ്റ് നമുക്ക് ലോസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സ്റ്റോക്ക് ടിപ്പ് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ തന്നെ സ്വന്തമായിട്ടുള്ള അനാലിസിസ് ചെയ്ത് നിങ്ങൾ തന്നെ വാങ്ങിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ആ സബ്സ്ക്രൈബ് ബട്ടണിൽ നിൽക്കി ആ ബെല്ലൈക്കോണിൽ നിൽക്കുവാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ്.